പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വിജയൻ്റെ മകൾ വീണ പ്രതിയായിട്ടുള്ള മാസപ്പടി കേസിൻ്റെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുകയാണ്. നമുക്കറിയാം, ആ കേസിൻ്റെ അന്വേഷണം വർഷങ്ങളായി തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മെയ് 26 മുതൽ നടന്ന കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കേസ് വീണ്ടും അന്വേഷിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം തടയണമെന്നുള്ള ഹർജി ഹൈക്കോടതിയുടെ വാദത്തിന് മെയ് 26 വന്നപ്പോൾ ഹൈക്കോടതി ഇത് തള്ളുകയും ED അന്വേഷണം തുടരാം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് വിജയൻ്റെ മകൾ വീണയുടെയും വീട്ടിൽ തിരുവനന്തപുരത്ത് റെയ്ഡ് നടന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളെക്കുറിച്ചിട്ടൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതിനെ തുടർന്ന് കരിമണൽ കമ്പനി ഈ കേസിൻ്റെ അന്വേഷണം തടയണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലേക്ക് പോയി. എ രാജാ വിജയരാഘവനും KV ജയകുമാറും അംഗങ്ങളായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലേക്ക് ആ കേസ് പോയി. ആ കേസിൽ വിശദമായ വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ ED അന്വേഷണം തടയേണ്ടതില്ല എന്ന് കാര്യകാരണ സഹിതം സുപ്രീം കോടതി വിധികളൊക്കെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് വിധി പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ശേഖരിച്ചിട്ടുള്ള 134 രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി മുന്നിൽ ചെന്നു. അതിനെയും CMRL തടസ്സപ്പെടുത്തിയെങ്കിലും ആ തടസ്സം അവഗണിച്ചുകൊണ്ട് ആ രേഖകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. ആ രേഖകളെല്ലാം വാങ്ങിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആ രേഖകളെല്ലാം ആഴത്തിൽ പരിശോധിച്ചതിന് ശേഷം ഈ വരുന്ന വെള്ളിയാഴ്ച വിജയൻ്റെ മകൾ വീണയെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുകയാണ്, സമൻസ് അയച്ചിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്യൽ വളരെ വിശദമായും വളരെ ആഴത്തിലുള്ളതായിരിക്കും എന്ന് പറയാൻ കാരണം എന്താ? ഈ കേസിൽ നടന്ന SFIO അന്വേഷണത്തിൻ്റെ ഭാഗമായി CMRLും വീണയും തമ്മിൽ നടന്ന അനധികൃത ഇടപാടുകളുടെ ഭാഗമായി അവർ സമാഹരിച്ച ഏതാണ്ട് 134 രേഖകൾ, ആ രേഖകളിൽ നിന്നുള്ള വിശദാംശങ്ങൾക്കുള്ള മറുപടിയായിരിക്കും വീണയ്ക്ക് പറയേണ്ടി വരും. അത് പറയാൻ വീണ വല്ലാതെ ബുദ്ധിമുട്ടും എന്ന് SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് വായിച്ച് എനിക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും. ആ രേഖകളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അത് വളരെ ഇപ്പറഞ്ഞ പോലെ ഒരു ദുരന്തമായിരിക്കും വീണയെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം ചെയ്യൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചോദ്യം ചെയ്യലിൻ്റെ അവസാനം വീണ വിജയൻ അറസ്റ്റിലായാൽ പോലും അത്ഭുതമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിലൂടെ ഈ കേസ് വേറൊരു ഘട്ടത്തിലേക്ക് എത്തും. എന്താണ്? ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി മകളുടെ ഇടപെടൽ മാത്രമല്ല, അച്ഛൻ വിജയൻ്റെ ഇടപെടലും അതിലൂടെ പുറത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം അച്ഛൻ്റെ മകളാണ് എന്നുള്ളതുകൊണ്ടാണല്ലോ ഈ ഇടപെടൽ നടന്നത്. അപ്പോൾ അതിൻ്റെ രേഖകളെല്ലാം പരിശോധിച്ച് കഴിയുമ്പോൾ അത് വിജയനിലേക്കും പോകും. അപ്പോൾ ഈ കേസ് ഒരു നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ എത്തിച്ചേരുന്നതിന് കാരണക്കാരനായിട്ടുള്ള ഒരു ഹൈക്കോടതി ന്യായാധിപനുണ്ട്. ആ ന്യായാധിപനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. കാരണം ആ ന്യായാധിപൻ്റെ ഇടപെടലാണ് യഥാർത്ഥത്തിൽ പ്രാഥമികമായി ഈ കേസിൻ്റെ അന്വേഷണം വളരെ ഗൗരവത്തിൽ കൊണ്ടുപോകാൻ കാരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ കേസിൻ്റെ ജെനിസിസ്, അതിൻ്റെ ഉത്ഭവത്തിന് കാരണക്കാരൻ ഈ ന്യായാധിപനാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് 2023 6 മാസം ഇറങ്ങിയ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിലാണ് ഈ കേസിൻ്റെ ഉത്ഭവം. അതിലാണ് ജഡ്ജ്മെൻറ്റിലാണ്, ആ വിധിന്യായത്തിലാണ് 2016 മുതൽ 2019 വരെ വിജയൻ്റെ മകൾ വീണ കൊച്ചിയിലെ CMRL എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് അവർക്ക് 5 ലക്ഷവും അവരുടെ കമ്പനിക്ക് 3 ലക്ഷം എന്നുള്ള നിലയിൽ 1,72,00,000 രൂപ വാങ്ങിയെന്നും ഈ വാങ്ങിയ പണത്തിന് ഒരു സേവനവും അവർ CMRL എന്ന് പറഞ്ഞ കമ്പനിക്ക് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ള വിവരം ആദ്യമായി പുറത്തു വരുന്നത്. അത് 2019 ഇൻകം ടാക്സ് ഈ CMRL കമ്പനിയിൽ നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായിട്ടാണ് ഈ രേഖകൾ കണ്ടുപിടിച്ചതെന്നും ഈ ഇടപാട് അനധികൃതമാണെന്നുമുള്ള ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിലെ പരാമർശമാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ ഉത്ഭവം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുഹൃത്തുക്കളെ, ഈ കേസ് ഈ വിഷയം പുറത്തു വന്നതിനെ തുടർന്ന്
2023 നവംബറിലോ ഡിസംബറിലോ ആണ് എന്നാണ് തോന്നുന്നത്, ഷോൺ ജോർജ് എന്ന് പറയുന്ന ജനപക്ഷം എന്ന പാർട്ടിയുടെ നേതാവ് കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു. കേരള ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ വിഷയം കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള 2013 കമ്പനീസ് ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള, എനിക്ക് തോന്നുന്നു 212 വകുപ്പ് പ്രകാരമാണെന്ന് തോന്നുന്നു, രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവർ ഈ കേസ് അന്വേഷിക്കണം എന്നാണ്. അതായത് SFIO എന്ന് പറയുന്ന സ്ഥാപനം ഈ കേസ് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 2023 നവംബറിലോ ഡിസംബറിലോ മറ്റോ ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. നമ്മൾ അപ്പോഴാണ് ഈ SFIO എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് വലിയ പല്ലും നഖവുമുള്ള ഒരു കമ്പനിയാണ്, ഒരു സംവിധാനമാണ്. ഈ കമ്പനിയിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ തോതിൽ പല്ലും നഖവുമുള്ള ഒരു സ്ഥാപനമാണ് SFIO എന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ആ കേസുമായി ഷോൺ ജോർജ് ഹൈക്കോടതി ചെയ്തു. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 10-100 ചില്ലാനം പേജ് അടങ്ങുന്ന രേഖകളുമായിട്ടാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. 2023 ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. വിജയൻ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ കേസിൽ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ആ കോടതിയിലെ ആ ഹർജി സമർപ്പിക്കുന്ന ബെഞ്ചിലെ ന്യായാധിപൻ ദേവൻ രാമചന്ദ്രനായിരുന്നു. ആ ദേവൻ രാമചന്ദ്രൻ മുന്നിലാണ് ഈ കേസ് വരുന്നത്. സ്വാഭാവികമായും ദേവൻ രാമചന്ദ്രൻ CMRL-നും KSIDC-ക്കും ഒക്കെ നോട്ടീസ് അയച്ചു. വിജയനും മകൾക്ക് വന്ന് നോട്ടീസ് അയച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നോട്ടീസ് അയച്ച് 2-3 പ്രാവശ്യം ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയപ്പോൾ ദേവൻ രാമചന്ദ്രൻ അസ്വസ്ഥനായി, രൂക്ഷമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. എന്താണ് SFIO അന്വേഷണത്തിന് തടസ്സം എന്ന് ചോദിച്ചു. കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവസാനം 2024 ജനുവരിയിലോ മറ്റോ SFIOയ്ക്ക് വന്ന് നോട്ടീസ് അയച്ചിരുന്നു. 2024 ജനുവരിയിലോ മറ്റോ ആണ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് ഈ കേസിൻ്റെ അന്വേഷണം SFIOയ്ക്ക് നടത്താവുന്നതാണ് എന്ന ചരിത്ര പ്രധാനമായിട്ടുള്ള വിധി പ്രഖ്യാപിക്കുന്നത്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ആ വിധിന്യായമാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ കേസ് ഇവിടം വരെ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ആ കേസിലിപ്പോൾ ED അന്വേഷണമാണ് നടക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ED അന്വേഷണമാണ് നടക്കുന്നതെങ്കിൽ പോലും EDയുടെ അന്വേഷണ സംഘത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമായി വന്നിട്ടുള്ളത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള രേഖകളും തെളിവുകളുമാണ് എന്ന് പറയുമ്പോഴാണ് ഈ SFIO അന്വേഷണത്തിന് ഹൈക്കോടതിയിലെ ദേവൻ രാമചന്ദ്രൻ്റെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് SFIO അന്വേഷണത്തിന് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു. അതിനെ തുടർന്ന് SFIO വിശദമായി ആ കേസ് അന്വേഷിച്ചു. 27/11/2024 അവരുടെ 164 പേജുള്ള അന്വേഷണ റിപ്പോർട്ട് അവർ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്, കമ്പനി അഫയേഴ്സിന് അവർ സമർപ്പിച്ചു. ആ SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് നോക്കുമ്പോഴാണ് എത്ര സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണമാണ് SFIO നടത്തിയിരിക്കുന്നതെന്നും ഈ വീണ വിജയൻ CMRL-മായി നടത്തിയ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് പുറത്തു കൊണ്ടിരുന്നതിന് SFIO എത്ര നിസ്തുലമായിട്ടുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. മുഴുവൻ തെളിവുകളും രേഖകളുടെയും ഒരു ഖനിയാണ് ഈ 27/11/2024 SFIO മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിന് സമർപ്പിച്ചിട്ടുള്ള ആ അന്വേഷണ റിപ്പോർട്ട്. സുഹൃത്തുക്കളെ, ആ അന്വേഷണ റിപ്പോർട്ടിൽ അതിനെ തുടർന്ന് അവർ കുറ്റപത്രം സമർപ്പിച്ചു. ആ കേസിൽ 11ാം പ്രതിയായിട്ടാണ് വീണ തായ്ക്കണ്ടിയിൽ വന്നിട്ടുള്ളത്. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ അവർ കണ്ടുപിടിച്ച 134 രേഖകളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വീണ എന്ന് പറയുന്ന വിജയൻ്റെ മകളെ ചോദ്യം ചെയ്യുന്നതിന് ഉള്ള അടിസ്ഥാനമായി ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് SFIO നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും 10 മടങ്ങ് വർദ്ധിക്കുന്നത്. ആ SFIO അന്വേഷണത്തിന് ഉത്തരവിട്ട ന്യായാധിപനാണ് ദേവൻ രാമചന്ദ്രൻ എന്ന് പറയുമ്പോഴാണ് ഈ കേസ് അന്വേഷണം ഇവിടെ വരെ എത്തിയതിൽ
ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് നേതൃത്വം നൽകിയ ഈ ദേവൻ രാമചന്ദ്രൻ എന്നുള്ള ന്യായാധിപൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണയ്ക്കെതിരായിട്ടുള്ള മാസപ്പടി അന്വേഷണം ഇവിടം വരെ എത്തിച്ചതിൽ നമ്മൾ അടിസ്ഥാനപരമായി നന്ദി പറയേണ്ടത് ഹൈക്കോടതിയിലെ ദേവൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ന്യായാധിപനോടാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.